എന്താ ശരവണ, ഒരുങ്ങിയില്ലേ? എന്താടാ ഒന്നും പറഞ്ഞിരിക്കണേ? അമ്മൻകുടം കാണാൻ പോണ്ടേ? വേണ്ട. അത് കൊള്ളാല്ല. ഇപ്പൊ പൂതി മാറിയ? അതുകൊണ്ടല്ല. പിന്നെ എന്താടാ ചെറിയണേ? അപ്പനോട് പറയാൻ പാടില്ലാത്തതാണേ പറയണ്ട. പോ. പറഞ്ഞാ കറി വെക്കോ? മക്കള് പറഞ്ഞ അപ്പൻ കെറിവിക്കൂ? പറയടോ. എനിക്ക് മുട്ടായി വേണം. ബലൂൺ വേണം. അതൊന്നുമല്ല. പിന്നെ എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ ചത്തിട്ടില്ലെന്നാ എല്ലാരും പറയണേ. കാണിച്ചു തരുമോ അച്ഛാ? നമുക്ക് പോവാച്ചാ? എന്താ ഉണ്ടായെന്ന് പറ കുട്ടി. ചത്ത് വെള്ളത്തിൽ പൊങ്ങണ്ടാന്ന് കരുതി എടുത്തോണ്ട് പോന്നാ. എന്റെ മോള് ചാകാനൊരുങ്ങിയെന്നു. ഇതൊക്കെ കാണാനും കേൾക്കാനും എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കണേ എന്റെ ഭഗവാനെ? എവിടെയാ എവക്കടെ തള്ള എവിടെ? മോളെ ചാകാൻ വിട്ടിട്ടേ അന്വേഷിച്ചിറങ്ങിയിരിക്കുക നാട്ടുകാരെ ബോധിപ്പിക്കാൻ. അവക്കടെ ഒരു അന്വേഷണം. ഉണ്ണാനില്ലേ ഉടുമുണ്ട് മുറുക്കി കൊടുത്തോളാൻ പറയണം. അല്ലാണ്ട് മോളെ കണ്ട നായിന്റെ മക്കൾക്ക് പിടിച്ചു കൊടുക്കാൻ നോക്കിയാലേ ചവിട്ടി ഞാൻ ഊരെ ഓടിക്കും. പറഞ്ഞേക്ക്. എത്രന്ന് വെച്ചാ പറയാ? പറയുമ്പോ എന്റെ മക്കിട്ട് കയറാൻ വരൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? എല്ലാറ്റിനും കാരണം ആ പെണ്ണൂട്ടിയാ, രത്തിനം. എനിക്ക് കൽപ്പുണ്ടായിരുന്നെങ്കിൽ ഒറ്റ കുത്തിരി ഞാൻ അവനെ കൊന്നേനെ. കാളക്കച്ചവടമൊന്നും പറഞ്ഞു വരും പെൺകുട്ടികളെ പഴപ്പിക്കാൻ. നാട്ടിലേ ചൊണയുള്ള ആൺകുട്ടികൾ ഇല്ലാണ്ട് പോയി.
പാണ്ഡ്യ, ചെത്ത് പോച്ച കിടന്നുറങ്ങാതെ മാറ്റ ഇറക്കടാ. നീ കാണാ അയ്യോ ഈ ചാവാളി ഒട്ടുക്കത്തൊരു ചവിട്ട്. പൊയ്ക്കോ പൊയ്ക്കോ, ബീഫ് റോസ്റ്റ് ആകാനുള്ള ഓട്ടമാ. ഹായ്, മാട്ടോടെ കഴുത്ത് വെട്ടാൻ നിനക്ക് നല്ല അറിയും, ശരിയാ. പക്ഷേ മനുഷ്യന്റെ കഴുത്ത് വെട്ടാൻ നിനക്ക് അറിയോ? അതെനിക്ക് നന്നായി അറിയാം. ഇപ്പോ ഉന്നുടെ കഴുത്ത് വെട്ടി കാണിക്കാം. ഒന്നും ചെയ്യണേ. ഇപ്പിടിയാ ഏൻ ചെയ്യക്കൂടാത്? നമ്മള് പാവ, നമ്മളെ വിട്ടേ. അയ്യോ പാവം, ഏണ്ടാ എന്നോட കാലി ഇറച്ച് വിൽക്കக்கூടാതാ? പറയടാ പറയടാ കളവാ, പറയടാ. രത്തിനത്തിന്റെ കാലിക്ക് സൂക്കേടാന്നും പറഞ്ഞ ആരും വാങ്ങില്ല. മാട്ടുക്ക് മട്ടു സൂക്കേടാ ആകട്ടുമേ, എന്നാ പറ്റും? തിന്നവരല്ല செத்துപോകും. അത് ഉനക്കെന്നടാ. இந்த உலகத்துல ഒരുവ சத்து போன 10 പേര് പുതുസാ സനിക്കും. അതിനാലെ കുറച്ച് തരം സാവട്ടെ. പീസ് പീസാ വെട്ടി என்ன என் வியாபாரத்துக்கு உனக்கு என்ன தேவை? வியாபாரம் உனக்கு மாட்டு வியாபாரம் மட்டும் இல்ல, பொண்ணு வியாபாரம் கூடி இருக்குன்னு எனக்கு தெரிஞ்சு போச்சு. உன் வியாபாரத்துக்கு பேர் என்னன்னு நான் சொல்லட்டுமா? மாமா. காலமுட்ட நின்ன தந்த புரியல, உன் அப்ப என்னடா சண்டைக்கு வர? சும்மா விட மாட்டேன் நானு. ஐயா காப்பாத்துங்க, ஐயோ என்ன சொன்னா தெரியுமா? ഒന്ന് പതുക്കെ പിടി എന്റെ രായപ്പാ. പതുക്കെ പിടിക്ക്, പതുക്കെ. ഓ ഒന്ന് ഓവണമെന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു തമാശ. വല്ല ടർപ്പനോ പിണ്ണതയിലോ തേച്ച് പിടിപ്പിക്കും. വല്ല ടർപ്പനോ പിണ്ണതയിലോ തേച്ച് പിടിപ്പിക്കാം. തല്ലാൻ വന്നാ നിന്ന് കൊള്ളണ കൊടുക്കണം. കൊണ്ടും കൊടുത്തും നടന്നാ മതി. അവനവന്റെ കാര്യം നോക്കുന്നത് എപ്പോഴാ? എന്റെ അളിനെ തൊട്ട് കളിച്ച ഒരുത്തരം ഞാൻ വെറുതെ വരില്ല. എന്റെ പൊന്നിച്ചാമി അളിനെ തൊട്ട് കളിച്ച ഒരുത്തനം ഞാൻ വെറുതെ വരില്ല. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളുടെ നാട്ടുകാരെ അരവിന്ദാക്ഷ ഒന്നിഞ്ഞു വന്നേ. എന്നെ അങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. അവനോട് പകരം ചോദിച്ചിട്ട് ഈ അരവിന്ദാക്ഷൻ ഇറങ്ങൂ. എവിടെ അവൻ? എന്റെ രക്തം നടക്കുന്നു. എനിക്കൊന്നും കേൾക്കില്ല. നീ അവനെ വിളിച്ചേ, നിന്റെ പറ്റവനെ. എടി ആരെ തിരുത്തിനെ വിളിക്കാൻ? അവനിവിടെ വിരുന്നുണ്ണാൻ വന്നേക്കല്ലേ? എന്റെ പൊന്നാരളിയൻ അരവിന്ദാക്ഷൻ അവനെ 2 കുത്തും കൂടി കുത്തിക്കോട്ടെ. അളിയോ ആക്കരുത്. ഒന്ന് അമർത്തി പിടി എന്റെ രായപ്പാ. പൊട്ടാ
ഇവനെയും കൂടി ഒന്ന് തിരുമ്മി കൊടുക്ക്. ഇവൻ ആകെ ബലം പിടിച്ച് നടുവുളുക്കിയിരിക്കുക. അളിയോ, ഞാൻ തിരുമ്മിയ ഉളുക്ക് പെട്ടെന്ന് മാറും. ഞാൻ ഇരട്ട പറ്റതാ. ഞാനല്ല, എന്റെ അമ്മ. നീയാണെങ്കിൽ 3 ആയിരിക്കും. എന്നെ കൊണ്ടൊന്നും പറയരുത്. അല്ല, നിന്നെ കണ്ട അങ്ങനെ തോന്നു. എന്റെ ഉള്ള കത്തി കണ്ടില്ല. ഷേവ് ചെയ്തോ. മറ്റുള്ളവരുടെ തൊഴിലിൽ ഞാൻ ഇടപെടാറില്ല. രണ്ടുപേരും നേരിട്ട് കണ്ട കീരിയും പാമ്പും പോലെ. അമ്മാവി അമ്മയ്ക്ക് പ്രസവ വേന, മരുമോക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ. എന്റെ ചേട്ടൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോഴാ രണ്ടിന്റെയും കൂടെ ഒടുക്കത്ത പോരും. യൂ, ചേട്ടൻ അറിയാവോ, ഓരോരുത്തരും ഒന്ന് പറയുന്ന കേൾക്കുമ്പോ ചങ്ക് പിടക്കിയ. ചേട്ടൻ അവിടെ തല്ലുണ്ടാക്കി, ഇവിടെ തല്ലുണ്ടാക്കി. ഇതിനൊരു അറിവ് വേണ്ടേ? കൂട്ടിനൊരു പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൂത്താടാൻ പറ്റുമോ? ഞാനത് പറയാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായി. മല്ലിക ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞതാ. അപ്പൊ പറഞ്ഞു എന്റെ കെട്ട് കഴിയട്ടെ എന്ന്. ഇനിയിപ്പോ ആരുടെ കെട്ട് കഴിഞ്ഞിട്ടാണാവോ? വല്ലി പറയുന്നത് ശരിയാ. എന്നും ഇങ്ങനെ കള്ളും കുടിച്ച് തല്ലുണ്ടാക്കി നടന്നാ മതിയോ? നിങ്ങളുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചാമി കാളാമുട്ടനായി. പെണ്ണാലോചിച്ച് ചെന്നിടത്തുനിന്നൊക്കെ കളിയാക്കി വിട്ടത് മിച്ചം. അതും ചേട്ടൻ സാരമാക്കണ്ട. ഒന്ന് മൂളിയാ മതി. ഒത്തൊരെണ്ണത്തിന് ഞങ്ങൾ തപ്പിയെടുത്തോളാം. അളിയന് സമ്മതമാണെങ്കിൽ എന്റെ വകയിൽ ഒരമ്മാവന്റെ അളിയന്റെ മരുമകന്റെ അളിയന്റെ മകന്റെ മകളുടെ മകള്. മതി മതി, നിർത്ത്. എടാ, മൂത്തൊരു അളിയൻ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് ഞാൻ. വാലിരിക്കുമ്പോഴേ തലയാട്ടരുത് കേട്ടോ. ഓ, തുടങ്ങി വീണ്ടും. നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ആ, ഇനിയും വെച്ച് നീട്ടാനൊക്കൂല. ചേട്ടന്റെ സമ്മതവും കാത്തു നിന്നാലേ സംഗതി നടക്കൂല. നിങ്ങൾ ആ പറഞ്ഞ മുതലാളിയുടെ വീട്ടിലെ പെണ്ണിനെ ഒന്ന് ആലോചിച്ചാലോ? നിങ്ങൾ നിർബന്ധിച്ചിട്ട് ഞാൻ കുറെ കണ്ടതല്ലേ. എനിക്ക് പെണ്ണിനെ പിടിച്ചാലും പെണ്ണിന് എന്നെ പിടിക്കത്തില്ല. ഇനി എനിക്ക് വേഷം കെട്ടാൻ വയ്യ. അങ്ങനെ പറയരുത് അളിയാ. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. അടുത്ത ആഴ്ച പോയി ആ പെണ്ണിനെ കൂടി ഒന്ന് കാണാം. ആ, പെണ്ണിനെ കാണാൻ ഞാനും കൂടെ വരാം. എന്തിന്? പെണ്ണിനെ കണ്ട അഭിപ്രായം പറയണമെങ്കിൽ സൗന്ദര്യമുള്ള ആരെങ്കിലും കൂടെ വേണമല്ലോ. പറങ്കി സാഹിബല്ലേ? ഓ, എന്നെ പുകഴ്ത്തല്ലേ. ചേട്ടൻ വരുമെന്നേ നിങ്ങൾ ആലോചിച്ചോ. വല്ലി ചേട്ടാ, എന്നായാലും വേണം. അപ്പൊ അത് എത്രയും പെട്ടെന്നായാ. അതെ. എന്റെ ചേട്ടാ ഞാൻ പറഞ്ഞാ കേക്കും. പിന്നെ ഞാൻ പറഞ്ഞാലും അങ്ങനെ വാ. ഇന്നലെ ചന്തയെ വെച്ച് തങ്കവലുവിനെ കണ്ടു. ഞായറാഴ്ചയെങ്കിലും ഗുരുക്കളെ എത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുക. പണം മുടക്കി കാലികളെ വാങ്ങാം. അവറ്റകളുടെ പണി തീർത്ത് കിട്ടാനാ പ്രയാസം. അതെങ്ങനെ കാലികളെ പണി പങ്ങളുടെ കല്യാണം അമ്മയുടെ പെണ്ടെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? ആ, ഒട്ടാൻ വന്നിരിപ്പുണ്ടല്ലോ. എന്ത് കണ്ടാലും അവന്റെ ഒരു ചിളി. ആശാൻ ഒഴിവില്ലാഞ്ഞിട്ടായിരിക്കും ശിഷ്യനെ ഏൽപ്പിച്ചത്. എടാ പൊട്ട, കാളപ്പണിക്ക് ഈ നാട്ടിൽ വേറെ ആളെ കിട്ടില്ല എന്ന് വെച്ച് അതിന്റെ ഹുങ്കെടുക്കണ്ട നിന്റെ ആശാനോട് പറഞ്ഞേക്ക്. അവറാനെ, താൻ സൊസൈറ്റി വരെ ഒന്ന് പോയിട്ട് വാ. ശരി. എടാ, വായും പൊളിച്ച് നിൽക്കാതെ പോയി പണിയാൻ. പോയി പണിയാൻ. കിടക്കില്ലത്രേ കൊണ്ട തടിയ. ഇതൊരു പിടി. എനിക്ക് നൊന്ത് കേട്ടോ. എന്തിനാ ഈ താറാവ്? താറാവിനെയും കൊന്ന് മറ്റുള്ളവർക്ക് സദ്യ ഒരുക്കി കൊടുത്താൽ മതി. ഇനി നമ്മുടെ കാര്യം എപ്പോഴാ? കാത്തിരുന്ന് മടുത്തു കേട്ടോ. കാക്ക മലന്ന് പറക്കണം എന്റെ കുട്ടാ. തന്റെ ആശാൻ ആരാ പെണ്ണു കൊടുക്ക? ആ കെട്ട് കഴിഞ്ഞ് എന്നെ കെട്ടാമെന്ന് കരുതിയിരിക്കുക. കൊള്ളാം. അപ്പോഴേക്ക് എന്റെ മൂക്കി പല്ല് വരും. കെട്ടണമെന്നുണ്ടെങ്കിൽ വേഗം വേണം കേട്ടോ. അച്ഛൻ എനിക്ക് ആലോചിക്കുന്നുണ്ട്. കുട്ടനേക്കാൾ മിടുക്കന്മാരാരെങ്കിലും വന്നാ ഞാനൊന്ന് സമ്മതിക്കും. അയ്യോ, അപ്പോഴേക്കും മുഖം വാടിയോ? ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ മായ രായപ്പിനുള്ളതാ.
പറയൂ കനകം, ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം. സീതയിലെ രാവണനെ തട്ടിക്കൊണ്ടുപോയ സീതയെ കാത്തിരിക്കുന്ന രാമനെ പോലെ. എന്നെ ഒരു രാവണനും തട്ടിക്കൊണ്ട് പോവില്ല. നിനക്കെടുത്താ തോന്നുന്നുണ്ടോ? കനകം സത്യമായിട്ടും കൊണ്ടുപോകും. ആ രത്തിന രാവണൻ അവനാണ് ഭയങ്കരനാ. പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല. വേലപ്പന്റെ അടുത്ത് വേണ്ട. ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് അവന്റെ ശക്തി. ഫ്രെയിൻ വേണ്ടി വന്നാൽ അവന്റെ പുഷ്പവിമാനത്തിന്റെ ടയർ ഞാൻ കടിച്ചു കീറും. എന്നിട്ട് ഞാനൊരു വട്ടം വരയ്ക്കും. കനകം മതി ചവിട്ടി കടക്കരുത്. എന്തുകൊണ്ടും കനകത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഉത്തമ ഭാര്യ ഭർത്താവായിരിക്കും. പച്ചിലയും കത്രികയും പോലെ, മുള്ളും മുരിക്കും പോലെ. ഇതൊരു ശല്യമായല്ലോ. ഇല്ല കനകം, ആരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ഞാൻ ഈ ചെറിയ നനയ്ക്കാൻ. അയ്യോ എന്റെ പൊന്നു സഹോദരി, നമ്മൾ കണ്ടില്ല കേട്ടില്ല. ഞാൻ ഈ ചെറുതല്ല അനക്കൂല. കനകം மீன் போன்ற கண்கள், பூ போன்ற கன்னங்கள், திராட்சைப்பழம் போல் உதடுகள். அது மட்டுமா, அழகான வேணியிலே அழகான கனகம், யோசனைக்காக நான் சொல்லித்தர்றேன். ஒரு பொண்ணுக்கு முக்கியமா இருக்க வேண்டியது அழகு. அது உங்ககிட்ட இருக்கு. அதுக்கப்புறம் புத்தி. அது உங்ககிட்ட இல்லைன்னு நினைக்கிறேன். இருந்தா என் கூட வந்திருப்பே. നിന്റെ ഈ ബുദ്ധി നിന്റെ വീട്ടിലുള്ള അമ്മയ്ക്കോ പെങ്ങൾക്കോ പറഞ്ഞു കൊടുക്ക്. போறையா நில்லு. உன்னை அந்த செட்டியார்கிட்ட விடுறேன்னு சொல்லி நாராயணி என் கையில இருந்து 1000 ரூபாய் வாங்கியிருக்காரு. ആ കാശാണ് നിന്റെ ഒരു മാസത്തെ ശാപ്പാണ്. നിന്നെ ഞാൻ വിട മാറ്റേൻ. നിനക്ക് എന്റെ ശവമേ കിട്ടും. വെള്ളത്തി ചാടി സാകാൻ നോക്കിയില്ലേ? അപ്പുറം എന്നാച്ചേ? அந்த കാളമുട്ടൻ രക്ഷിച്ചു അല്ലേ? പോ, ഇനിയും പോ. വെള്ളത്തി ചാട്, செத்து போ. அதுக்கு முன்னாடி உள்ள நான் விட அடிச்சுட்டா போறேன். போ, செத்தா விடுன்னா உன் பணத்தையாவது கொண்டு போய் செட்டியார்கிட்ட கொடுத்துடுறேன். അതെടി അതെ, അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത് നേരാ. ആ പണം കൊണ്ടാണ് ഞാൻ നിന്നെയൊക്കെ തീറ്റി പോറ്റത്. പോറ്റമ്മയെങ്കിൽ പിന്നെ എന്തിനാ പെറ്റത്? പെറ്റതാണെങ്കിലും വയറ് വിശന്ന പിഴക്കേണ്ടി വരും, പിഴപ്പിക്കേണ്ടി വരും. കുടുംബം നോക്കേണ്ട നിന്റെ തന്തയുണ്ടല്ലോ, അയാളുടെ പോയി പറ എനിക്ക് പഴയ്ക്കാൻ മനസ്സിലാന്ന്. ആ രത്രത്തിനോട് നിനക്ക് പോയാലെന്താ? ഇപ്പൊ നീ വിചാരിച്ച ഈ കുടുംബം രക്ഷപ്പെടും. ഇല്ല, ഞാൻ പോയില്ല. വളർത്താൻ വേണ്ടി വല്ല വിഷം വാങ്ങിച്ച സന്തോഷമായിട്ട് ഞാൻ കുടിക്കാം. ഞാൻ അയാളുടെ കൂടെ ഞാൻ പോയില്ല. നീ പോയില്ല, നിന്നെ ഞാൻ കൊല്ലും. മോളെ എന്റെ കൊണ്ടിനെ തല്ലിയത് മതി. മതിയടി, നോക്കി പേടിപ്പിക്കണ്ട. ഒത്തിരി നോട്ട ഈ പത്മാവതി കണ്ടിട്ടുള്ള തേവിടിച്ച്. ഞാൻ തേവിടിച്ചായതേ തള്ളി നിങ്ങളുടെ മോനെയൊക്കെ തീറ്റി പറ്റാൻ വേണ്ടിയാ, അല്ലാതെ മനസ്സ് പിടിച്ചിട്ടല്ല, വയറ് പിടിച്ചിട്ടാ. തന്നത് മതി. ഇനി ഈ കൊച്ചിനെയും പഴിപ്പിച്ച് ഇവിടെ ആരെയും ഊട്ടണ്ട. മക്കള് കരയണ്ട. മോളെ ആരും ചീത്തയാക്കില്ല. മോളെ ഈ അമ്മുമ്മ നോക്കിക്കൊള്ളാം. അന്നമ്മയുടെ കാറ്, അന്തപ്പന്റെ ലോറി, അന്നമ്മയുടെ ലോറി, അന്തപ്പന്റെ കാറ്. കുടുംബം വളർത്താൻ അറിയാത്ത തെണ്ടി. അവന്റെ അന്നമ്മയുടെ കാറും ലോറി പെമ്പർമാരെ കൂട്ടിക്കൊടുത്തു. ഇനി മോളെ കൂടി കൂട്ടിക്കൊടുക്കാനായിരിക്കും ഭാവം. തള്ളേ, എന്നെ ചീത്ത പറയരുത്. 12 മാസം നൊന്ത് പറ്റ ഞാൻ പ്രസവിച്ചത് അല്ല, നിങ്ങൾ പ്രസവിച്ചത്. ആ സ്നേഹവും വാത്സല്യം എന്നോട് വേണം. മോളെ, എന്റെ മോൻ തന്നെ നിന്റെ തന്തയായി പോയല്ലോ. ഇതൊക്കെ വിധിയാ. വാ മോളെ. നാരായണി, മോര് നാരായണി, കോളൊന്നും ഒത്തില്ലോടി. എന്തപ്പ നിന്റെ റേറ്റ്? മാർക്കറ്റ് ഇടിവോ അതോ സ്റ്റഡിയോ? കെട്ടിവരാണെന്നും കരുതി ഓസൊന്നും വേണ്ടടേ. എങ്ങനെയുണ്ട്? ഭംഗിയായിട്ടുണ്ട്. എന്താ അളിയന് പെണ്ണു വീട്ടിൽ ഓട്ടംതുള്ളുണ്ടാ? വേണ്ട, കാണാൻ കൊള്ളാവുന്നവരെ കാണുമ്പോ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അയ്യടാ, ഇത് കണ്ടിട്ട് അസൂയപ്പെട്ട പ്രാന്തായി പോവും. പിന്നെ പണ്ട് നിന്റെ അച്ഛനുണ്ടായത് അച്ഛന്റെ കാര്യം പറഞ്ഞു. രണ്ടുപേരും കൂടെ തുടങ്ങിയ. അയ്യേ, ഇതെന്ത് വേഷം അളിയാ? ഇതിലും ഭേദമാ, ചിരിക്കണ്ട. എനിക്ക് ഈ പത്രാസൊക്കെ മതി. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവൾ എന്റെ കൂടെ പൊറുക്കാൻ വന്നാ മതി. വാ മല്ലി, ഞങ്ങൾ ഇറങ്ങുവാ.
ഓ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാ പറയുന്നു കൊല വിളി. എന്റെ ഭാര്യ പറയുന്നത് വിളിച്ചിട്ട് ഇതുവരെ ഒരു ശകലം ഞാൻ പറഞ്ഞു പട്ടി. പൂച്ച ആ. നല്ല ഉന്നം. ഇത്തവണ അളിയൻ പറഞ്ഞ നേരാ ശകനം മുടങ്ങി. നിന്നെ കണ്ടാ നിനക്കാ പെണ്ണ് കാണാൻ പോണെന്ന് തോന്നല്ലോടാ. ആ വാ, ഞാൻ പോയിട്ട് വരട്ടെ, കാണിച്ചേരാ. അയ്യോ, ഇവിടെ എന്താ വിശ്വസിക്കാനാവില്ല അല്ലേ? അളിയൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അഭിപ്രായങ്ങളൊന്നും പറയണ്ട. അളിയാ അളിയാ ഉണ്ടായിച്ചിട്ട് എന്തിനാ ഉണ്ടായിരിക്കുന്നു? നാണം കിടാതിരിക്കാൻ ഉണ്ടായിച്ചിട്ടു ഒരു നമസ്കാരം. നേരത്തെ എത്തിയല്ലോ. ഇവിടെ വന്നിട്ട് കാപ്പി കുടിക്കാമെന്ന് കരുതി, അതുകൊണ്ടാ. നമ്മള് കാപ്പി കുടിച്ചിട്ടാ വന്നത് അല്ലേ രായപ്പ? അല്ല, ഞങ്ങള് കാപ്പി കുടിച്ചിട്ടാണ് വന്നത്. അടുക്കള വശത്തേക്ക് വന്നാ മതി, അവിടെ ഇരിക്കാം. അതെ അതെ, കാപ്പി കുടിക്കാൻ വന്നതാണ് പോലും. വന്ന ഓട്ടനെ ചളവാക്കി. അല്ലേ ഈ കാപ്പിക്ക് അവിടെ കരി വന്നു മിണ്ടി അടുക്കള ഭാഗത്തേക്ക് പോവാൻ എല്ലാവരും ചില നടക്കളിയാ. നമ്മളായിരിക്കും ചെറുക്കൻ. അല്ല, ഞാനാ. എന്താ പേര്? ചാമി, പൊന്നച്ചാമി. ജോലിയോ? ഡ്രൈവറിങ്ങാ. കാളവണ്ടി ഡ്രൈവറിങ്ങാ. കാള ഡ്രൈവിങ്ങോ? അല്ല, കാളവണ്ടി ഓടിക്കും. ആ പിന്നെ അളിയന് റിപ്പയറിങ് നന്നായിട്ട് അറിയാം. ലാടനടിയും ഓടക്കലും ഈ കാളെ ഓടിക്കലും എന്തിനാ ചവിട്ടുന്നത്? തൊഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഉള്ളത് ഞാൻ പറയാം, ഞാൻ കാളക്കാരനാ. മോളെ, ഇതാ ചെറുക്കൻ. ഇവളിവിടുത്തെ വേലക്കാരിയാണെങ്കിലും ഞങ്ങൾക്ക് മോളെ പോലെയാ. എവിടെ ഒന്നീ വന്നു. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത്. അത് വേണേ നമുക്ക് ആലോചിക്കാം. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത്. അത് വേണേ നമുക്ക് ആലോചിക്കാം. രായപ്പാ, കണക്ക് തീർത്ത് പോവാ? എങ്ങോട്ടാടാ ഈ പോക്ക്? നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നാ? നീ പോയിട്ടുള്ള പെണ്ണും ജീവിതം ഒന്നും എനിക്ക് വേണ്ട. നിന്നെ തെരുവീന്നെടുത്ത് വളർത്തിയതേ അങ്ങനെ ഇറക്കി വിടാനല്ല. നീ എന്റെ കൂടപ്പുറപ്പാ എന്നും.
പോണെങ്കി പോടാ, പക്ഷെ എന്നെ കൊന്നിട്ട് വേണം പോവാൻ. അളിയൻ എന്റെ നേരെ ചൂടാവണ്ട. പെണ്ണും പെണ്ണിന്റെ മുതലാളിയും എന്നെ വിളിച്ചു പറഞ്ഞതാ. അല്ല, എന്തെങ്കിലും ഒരു പരിഹാരം ആലോചിക്കാമെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ശരിയാ, എനിക്ക് ചാണകത്തിന്റെ ചൂര, കാളയുടെ മുഷ്ക, ഒരവളുമാരും എന്റെ കൂടെ പൊറുക്കാൻ വരണ്ട. ഇനി ഈ വൃത്തികെട്ട ജോലി നിർത്തി മറ്റെന്തെങ്കിലും തൊഴിൽ നോക്കുന്നതാ നല്ലത്. ചേച്ചി പറയുന്ന നേരാ. ചേട്ടൻ എന്താ ജോലി എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോ പറയാൻ കുറച്ചില്ല. ഒരു വിധത്തിലാ ഞങ്ങൾ പറഞ്ഞൊഴിയുന്നത്. ഇനി വല്ലതും പറയാനുണ്ടാ? നിങ്ങൾക്കും കുറച്ചിലായിരിക്കും അല്ലേ അളിയന്മാരെ? എനിക്കൊരു കുറച്ചിലുമില്ല. ഇത് കണ്ട, കാളയ്ക്ക് ലാടനടിക്കാൻ ചുറ്റിയ പിടിച്ച കയ്യ. രാമച്ചാമിയാ എന്നെ ഈ തൊഴിൽ പഠിപ്പിച്ചത്. നമ്മുടെ അപ്പൻ തിന്ന ചോറ് മറക്കല്ല്. നിങ്ങളുടെ പഠിപ്പും പത്രാസും ഈ നാക്കാലികളുടെ ഭിക്ഷയാ. ഈ താലി പോലും. കാളക്കാരൻ പൊന്നച്ചാമിയുടെ പെങ്ങന്മാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ചിലാണെങ്കിൽ ഇനി ഇങ്ങനെ ഒരു ആങ്ങളുള്ളതായിട്ട് ആരോടും പറയണ്ട. ഇനി നിങ്ങൾ ആരും എനിക്ക് പെണ്ണ് ആലോചിക്കണ്ട. അങ്ങനെ കാക്ക കാക്കാന്ന് മലന്ന് പറഞ്ഞു. എന്റെ കുട്ടാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ കുട്ടന്റെ ആശാന് പെണ്ണൊന്നും കിട്ടില്ലെന്ന്. ഇപ്പൊ എന്തായി? കേൾക്കാൻ നല്ല തമാശയുണ്ട്. കുട്ടന്റെ ആശാന് ചാണകത്തിന്റെ ചൂരാന്ന് ഒരുത്തി വിധി എഴുതി. കാളക്കുട്ടന്റെ കൂടെയല്ലേ കുട്ടന്റെ കൂട്ട്. ഇത്തിരി മണമില്ലാതെ ഇല്ല. എന്ത് ചെയ്യാനാ? ഇഷ്ടപ്പെട്ടു പോയില്ലേ, അനുഭവിക്കുക തന്നെ. എന്നെ മുട്ടണ്ട. ഹായ്, നല്ല ചന്തമുള്ള വളകൾ. ആർക്കായത്? കൊള്ളാം, ആ വേല മനസ്സിലിരിക്കട്ടെ. സ്നേഹമുള്ളവര് കയ്യിൽ വളയിട്ട് തരണം. ഒന്ന് ഇട്ട് തന്നെ. തരിവള, മണിവള, കെട്ടാൻ പോകുന്ന ചെക്കനെ കുപ്പിവള തന്ന് പറ്റിക്കാൻ നോക്കണ്ട. സ്വർണ്ണവളകളാ വാങ്ങിത്തരേണ്ടത്. വാങ്ങിത്തരോ?
ഏമാത്ത പാകലയാ പീസ് പീസ് ആക്കിടുവേ. ഇല്ല രാം, ഞാൻ പറ്റിക്കില്ല, ഒരിക്കലും പറ്റിക്കില്ല. 1000 രൂപ വാങ്ങി മാസം 3 ആச்சு. എങ്ങവും പൊണ്ണ് ഞാൻ പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല. നാളെ ദീപാവലി നിന്റെ പെണ്ണിനെ അന്ത ചെട്ടിയാർക്ക് കൊടുക്കണം. ഇല്ലേനാ കൊടുത്തിരാന്റെ എത്രം കൊടുത്തിരാം. നാളെ നീ അമ്പലത്തിനടുത്ത് വണ്ടിയുമായി വന്നാ മതി, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. അവറാച്ചോ വാ. പോയി പിടിച്ചോണ്ട് വാടാ അവളെ. എന്താ എന്താ മൂപ്പനെ എടാ പട്ടി സൂക്ഷിച്ചോ, ഞാൻ വീണ്ടും വരും. പോടാ.
വാ. നാരായണി, എന്റെ മോളെ, നിന്നെ ഇനിയും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ആ നാറിക്ക് കൂട്ടിക്കൊടുത്തത് ആരാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിഴയ്ക്കാൻ മനസ്സില്ലാത്ത ഈ പെണ്ണിനെ പിഴപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ആ ഇത് രണ്ടാമത്തെ തവണയാ. ഇനി എന്നെ ഇവിടെ വരുത്തരുത്. പറ. എന്താ എന്റെ പൊട്ടക്കുട്ടന് ഇത്രമാത്രം വിഷമം? അതല്ല, എന്തോ ഉണ്ട്, എന്നോട് പറ. എന്റെ പൊന്നു കുട്ടാ, ആ കാളക്കാരന് വേണ്ടി കുട്ടൻ എന്തിനാ വിഷമിക്കണേ? കുട്ടന് ഞാനില്ലേ? ഓ, കാളക്കാരനെന്ന് പറഞ്ഞപ്പോഴേ കുട്ടന്റെ മുഖം മാറി. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എന്റെ രായ്പൻ വിഷമിക്കണ്ട കേട്ടോ. രായ്പന് ഞാനില്ലേ? കല്യാണം കഴിഞ്ഞ് നമുക്ക് പോണം. കാളവണ്ടിയിലല്ല കേട്ടോ, കാറില്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. എന്തേ വേണ്ടേ? അങ്ങനെ വാ. അപ്പൊ കുട്ടന് മോഹമുണ്ട്. ഈ കാളക്കുട്ടനെ ഞാനൊരു സുന്ദര കുട്ടനാക്കും. എന്റെ ചക്കര കുട്ടൻ. വഴി മാറിക്കൊടുക്ക്. അവന്റെ ഒരു തമാശ. വഴി മാറിക്കൊടുക്കാൻ. ഇപ്പൊ പണ്ടത്തെ പോലെ ചാകാനൊന്നും പോവാറില്ലേ? അന്ന് ചാമിയൊന്നും ബഹളം ഉണ്ടാക്കിയതിനു ശേഷം ഇത്തിരി സമാധാനമുണ്ട്. ഇടയ്ക്കൊക്കെ മുത്തശ്ശി തിരക്കാറുണ്ട്. ഒന്ന് അങ്ങോട്ട് വന്നൂടെ? ആ, വരാം. എന്തൊരു കുടിയായത് തള്ളേ. പണ്ടാരം ചങ്ക് കരിഞ്ഞ് ചത്തുപോവും. ഇത്തിരി എരിയെടുത്ത് തൊട്ട് നാക്ക്. മനസ്സിന്റെ വിഷമം കൊണ്ടാ, എന്താന്നറിയത്തില്ല. ഇപ്പം മോൻ കൊണ്ടുവന്ന് ഈ ചങ്കരിയണ ചാരായം കുടിച്ചപ്പം എന്തോ ഒരു സുഖം. എന്താ നാരായണി ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാത്തത്? കെട്ടുപ്രായം കഴിഞ്ഞ് നിക്കണ പെണ്ണ് ഇല്ലാരാണ്ട് പറഞ്ഞ പോലെ വീട്ടിനകത്ത് പന്നിപ്പടക്കം വെച്ച പോലെ തൊട്ടാ മതി, അപ്പ പൊട്ടും. മക്കളെ കെട്ടിച്ചയക്കണമെന്ന് വിചാരം വേണ്ടത് അതുങ്ങളെ ഉണ്ടാക്കിയ തന്തയ്ക്കും തള്ളയ്ക്കുക. ആലോചിക്കാഞ്ഞിട്ടല്ല ചാമി, ഒരുപാട് കൂട്ടർ വന്ന് പെണ്ണ് കണ്ടതാ. പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെന്താ കുഴപ്പം? പൊന്നില്ലാഞ്ഞിട്ടാ? അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടാ. ഒന്നും വേണമൊക്കെ ഉണ്ടാക്കാം, പക്ഷെ ചീത്ത പേര് മാറ്റാൻ പറ്റില്ലല്ലോ. തള്ള പിഴച്ചതിന് മോക്കെന്താ കുഴപ്പം? ആ,
കല്യാണച്ചന്തയില് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുഴപ്പാ. എന്റെ കാര്യം തന്നെ നോക്ക്. കാളപ്പണി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണ് തരുന്നില്ല തങ്കപ്പ. ഉള്ളതാണ് അമ്മച്ചി. കാളയുടെ മുഷ്കൻ ചാണകത്തിന്റെ ചൂരുവെന്ന എല്ലാ അവളുമാരും എന്നെ പറ്റി പറയുന്നത്. പറയട്ടെ, നാക്ക് കുഴയുന്നത് വരെ പറയട്ടെ. വല്യമ്മച്ചി, ഉള്ളതുപോലെ പറയണം. ഈ ചാമിക്ക് കാളയുടെ മണമുണ്ടാ? ഒന്ന് മണത്തെ. എന്റെ മൂന്ന് ഫസ്റ്റ് മണമാ. കിടന്നുറങ്ങാൻ നോക്ക്. ഇന്നിനും വീട്ടിൽ പോകണ്ട. മതി മതി. ഇന്ന് ഞാൻ പോന്നില്ല. പോയാലും എത്തത്തില്ല. ആകാശം കണ്ടൊന്ന് ഉറങ്ങണം. കിടന്നോ. അന്നമ്മയുടെ കാറ്. ചാകാൻ പോയ എന്നെ എന്തിനാ രക്ഷിച്ചത്? ഉറപ്പാ എന്നെ വളർത്താൻ ആരും കൊണ്ടുപോയില്ല. പെണ്ണിന്റെ മണവും കൂട്ടും ഇഷ്ടപ്പെടാത്ത ഏതൊരാണാ ഉള്ളത്? ഞാനും കൊതിച്ചിട്ടുണ്ട് പെണ്ണെ. പക്ഷേ നിനക്ക് എന്നേക്കാൾ നല്ലൊരുവനെ കിട്ടും, ഉറപ്പാ. ഞാൻ വീട്ടിൽ പോവുക. ആ പൊട്ടൻ ചെക്കൻ ഒറ്റയ്ക്കാ. പോടാ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് പെണ്ണാലോചിച്ചോണ്ട് വന്നിരിക്കുന്നു. കനകം ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നീ തന്നെ അങ്ങ് കെട്ടിക്കോ. കൊതിയില്ലാഞ്ഞിട്ടല്ലടാ, നടക്കത്തില്ല. നിനക്കറിയോ ഈ ചാമിയെ ശരിക്കും അറിയോന്ന്? നീ അറിയുന്ന ചാമി കുടിയനാ, മൊശടൻ. പക്ഷെ ഈ ചാമിയുടെ ചങ്കിനകത്ത് വേറൊരു ചാമിയുണ്ട്. അതൊന്നും ആർക്കും അറിയില്ല. ഇഷ്ടപ്പെടാൻ ഒരു പെണ്ണ്, മുറ്റത്ത് ഓടിക്കളിക്കണ പൈതങ്ങള്, ഇതൊക്കെ ചാമിയുടെ ചങ്കിനകത്ത് മാത്ര. അതങ്ങനെ ചിലതൊക്കെ നമ്മൾ കൊതിക്കുമ്പോ അങ്ങ് ദൂരോട്ട് പോകും, മാനത്തെ നക്ഷത്രം പോലെ. അതിനെ പിടിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ട്? എന്റെ അപ്പൻ രാമച്ചാമി എനിക്ക് പിടിച്ചു തരാമെന്ന് പറയായിരുന്നു. പക്ഷെ വലുതായപ്പോഴാ കെട്ടില്ലാന്ന് തിരിഞ്ഞത്. അതുപോലെ എനിക്കൊരു പെണ്ണ് വേണമെന്ന് കൊതിക്കുമ്പോഴൊക്കെ നീ വിഷമിക്കാടാ. നീ പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. എന്താ, ഞാൻ കനകത്തെ കെട്ടണ? നിനക്ക് അവളെ പിടിച്ച 4 ദിവസം കഴിയുമ്പോ അവൾ എന്നെ ഇട്ടേച്ച് പോവില്ല എന്ന് ഉറപ്പുണ്ടാ? ആ, എന്നാ നീ അറിഞ്ഞോ,
ഞാൻ അവളെ കെട്ടാൻ പോവാ. ഞാൻ ഉറപ്പിച്ചൂന്നേ. നമുക്ക് രണ്ടാൾക്കും കൂടി നാളെ അവക്കടെ അപ്പനോട് പോയി ചോദിക്കാം, കെട്ടിച്ചു തരുവോന്ന്. കെട്ടിച്ചു തരാതിരിക്കുവോടാ? സമ്മതിച്ച നമുക്ക് ഈ മുറ്റത്ത് വലിയൊരു പന്തലിടണം. ഈ നാട്ടിലെ മുഴുവൻ പേരെയും വിളിക്കണം. ഈ മുറ്റം ചാമിയുടെ പൈതങ്ങളെ കൊണ്ട് നിറയ്ക്കണം. അല്ല, ഞാൻ വീട്ടിലേക്ക് വരാൻ ഇറങ്ങിയതാ. തങ്കപ്പനെയും നാരായണിയെ ഒന്ന് കാണണം. അച്ഛൻ അങ്ങോട്ട് വരും. വരുന്ന 18-ാം തീയതി എന്റെ കല്യാണമാ. ശർക്കര പന്തലിൽ മഴ ചൊരിയും ചക്രവർത്തി കുമാര, മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ശർക്കര പന്തലിൽ മഴ ചൊരിയും ചക്രവർത്തി കുമാര. എന്റെ മോളുടെ കല്യാണം നടക്കില്ല. എന്നാലും അവർ ഈ മുഹൂർത്ത സമയത്ത് വന്ന് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് ഒട്ടും ശരിയായില്ല. നമുക്ക് ചെറുക്കന്റെ വീട്ടിലേക്കൊന്ന് പോയാലോ? വേണ്ട, ആരും പോവണ്ട. പോയോണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. அன்னைக்கு நான் நல்ல புத்தி சொன்ன போது கேட்கல. இப்ப என்னாச்சு? രത്നം, ശവത്തെ കുത്തരുത്. എങ്ങനെയാലും ഞങ്ങളുടെ മാനം കാക്കണം. അതെങ്ങനെ? നിനക്കവളെ കെട്ടാവോ? என்ன தங்கப்பா இப்படி சொல்ற? അതേ രത്നം, നാളെ നിനക്ക് അവളെ വേണ്ടെങ്കിൽ ഉപേക്ഷിച്ചു. പക്ഷെ ഇന്നിപ്പോ കനകത്തെ കല്യാണം കഴിക്കാൻ എനിക്ക് വിരോധമില്ല. ആനാ രത്നം, ഒരു എതിരും പറയരുത്. ஒரு சின்ன உதவி. எப்படி இல்லான்னு சொல்ற? சரி, நான் கட்டுறேன். തങ്കച്ച, ദിവാകര, എല്ലാം ഒരുക്കടാ. എന്റെ മോളുടെ കല്യാണം നടക്കും. പാടങ്ങളെല്ലാം
എന്താ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? പെണ്ണിനെ കൊണ്ടുവരാൻ, പെണ്ണിനെ കൊണ്ടുവരാൻ. തങ്കപ്പ, എന്തിനാ എന്നെ തല്ലിയത്? നിന്നെ തല്ലലടാ പട്ടി വേണ്ടത്, ഒന്ന് ചാണക്കൂടിയിൽ മൂടണം. എന്റെ മോളുടെ കല്യാണം മുടക്കിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കുന്നു. ഞാൻ കല്യാണം മുടക്കിന്ന ചാമിക്ക് ചതി അറിയില്ല നാരായണി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നവനായി ചാമി. ഒന്നറിയണ, നട്ട പാതിരയ്ക്ക് എന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ ഒരുമ്പെട്ടോളാ നിങ്ങളുടെ മോള്. നല്ലൊരിടത്ത് എന്ന് പെട്ടോട്ടെ എന്ന് കരുതിയാ കൊണ്ടുപോകാതിരുന്നത്. കാളമുട്ട എന്നടാ ഇങ്ക? ഓ, കല്യാണ സാപ്പാടക്ക് വന്നതാ? അല്ലടാ, നിന്നെ കൊന്നു തിന്നാൻ വന്നതാ. ഇറങ്ങാൻ, ഇല്ലെങ്കിൽ കൊല്ലും തിന്നെ ഞാൻ. എന്റെ മോളെ കെട്ടാൻ പോകുന്നവനാ രത്നം. അവനെ തൊട്ടാലുണ്ടല്ലോ. മാറി പെണ്ണും പിള്ളെ കൂട്ടിക്കൊടുത്തത് പോരാഞ്ഞിട്ട് എന്റെ മോളെയും കൂട്ടിക്കൊടുക്കണോടാ. ഈ പെണ്ണൂട്ടിക്ക് എന്റെ മോളെ കൊടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല. അല്ലേ, അത് ഇതും പറയാതെ പോകുന്നുണ്ടോ? ചവിട്ടി ഞാൻ. പോടാവിടുന്ന്. നിന്റെ തന്തയെ തറപ്പിച്ചവളാ ഞാൻ. തല പോക്കണ്ട, വെട്ടും ഞാൻ. മോനെ ചാമി, എല്ലാരും കൂടി ഈ പെണ്ണൂട്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ നോക്കുക. എനക്ക് അവളെ രക്ഷിക്കാമോ? മോള് കരയണ്ട, വാ. എന്റെ മോളെ ഞാൻ പൊന്നിച്ചാമിക്ക് കൊടുക്കാൻ പോവുക. തടുക്കാൻ ആരെങ്കിലും ഉണ്ടോടാ? ഉണ്ടാന്ന്. മോള് വാ. ഈ കാളക്കാരന്റെ കൂടെ പൊറുക്കാൻ നിനക്ക് സമ്മതമാണോ? എങ്കി വാ, ആരും തടയില്ല. കൊല്ലിഞ്ഞ എവനെന്താണ് പന്തം കണ്ട പെരിച്ചാഴീന മാതിരി? ഇരിക്കു പെണ്ണേ. ഈ കാളമുട്ടനെ കെട്ടിയത് അബദ്ധമായെന്ന് തോന്നുന്നുണ്ടാ? ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക്, ഇപ്പൊ തന്നെ വിട്ടേക്കാം.
മലന്ന് പറക്കുമെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. അല്ല, കുട്ടന്റെ ആശാൻ ഒരു പെണ്ണ് കിട്ടിയില്ലേ? പെണ്ണെപ്പടി? സുന്ദരിയാണോ? സുന്ദരിയാണോ? ചേടാ, ആളെ അങ്ങ് നന്നായി പിടിച്ചപ്പെട്ടുണ്ടല്ലോ. സത്യം പറ, ആശാന്റെ ഭാര്യയോ അതോ ഞാനോ സുന്ദരി? പറ. കള്ളനാ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഉത്തരം പറഞ്ഞ് ഒപ്പിച്ചിരിക്കുന്നു. കാളക്കാരന്റെ ഭാര്യയാണല്ലേ? ആളെക്കുറിച്ച് രായപ്പനെല്ലാം പറഞ്ഞു. സുന്ദരിയാണെന്ന രായപ്പന്റെ അഭിപ്രായം. ആരാ? മനസ്സിലായില്ല. ഞാൻ മായ, ഇവിടെ അടുത്തുള്ളതാ. ഞങ്ങളുടെ വീട്ടിലെ കാളക്കാരനാ പൊന്നിച്ചാമി. രായപ്പനുമായി എന്താ അടുപ്പൊന്നല്ലേ? ചെറിയൊരിഷ്ടം. അതിന് സ്നേഹമെന്നോ പ്രേമമെന്നോ എന്ത് വേണേലും വിളിക്കാം. പറഞ്ഞിട്ടുള്ളത്. എന്നാവോ താലി കെട്ട് നോമ്പ് നോറ്റിരിക്കുക. വരട്ടെ. എത്ര അന്തസ്സോടും അഭിമാനത്തോടും കഴിഞ്ഞോണ്ടിരുന്ന കുടുംബവും നമ്മുടെ കുടുംബത്തെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമല്ലേ? നാട്ടുകാർക്കൊക്കെ എന്തൊരു പ്രതീക്ഷയായിരുന്നു. ഈ ചതി ഞങ്ങളോട് ചെയ്തല്ല എന്റെ ചേട്ടാ. എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ ഒന്ന് പതുക്കെ ഇടിക്കേണ്ടി വന്നു. നിന്റെ നെഞ്ച് കലങ്ങിപ്പോയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇടിച്ചോ, ശരിക്കിടിച്ചോ. കൈ വെച്ചോ. എന്നാലും എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തല്ലോടി. എത്ര വല്ല കുടുംബത്തിന് പെണ്ണിനെ തരാന്ന് ഓരോരുത്തരും പറഞ്ഞതാ. എല്ലാം നീ തൊലറ്റില്ലടി ദ്രോഹി. വല്ലി, നീ എന്റെ അടുത്തുനിന്ന് മേടിക്കും കേട്ടാ. കണ്ടോ എങ്ങാണ്ടെന്നൊരുത്തി വലിഞ്ഞേറി വന്നപ്പോ കൂടപ്പുറപ്പിന് വേണ്ടെന്നായി. എന്നാലും എന്തോ കൈവശം കൊടുത്ത് എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തടി. മുദേവി, നിന്നെ സമ്മതിച്ചിരിക്കണടി. എടി, നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞേ. അകത്ത് പോ. അളിയ, പറയുമ്പോ വിഷമം തോന്നരുത്. ഇത് കുറച്ച് കടന്ന കൈയായി പോയി. കൂടുതലൊന്നും പറയണമെന്നില്ല. ഞാൻ അവളെ കെട്ടിയോളാക്കിയത് ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറണമെന്നില്ല. വന്ന പോലെ പോവാം. ഞാനിനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കത്തില്ല. കണ്ണിച്ചോറയില്ലാതെ പറയണ കേട്ടില്ലേ? നിങ്ങളെന്താ കുന്ന വിഴുങ്ങോല് നിൽക്കുന്നേ? വാ പോവാ. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കാപ്പി കൂടി കുടിച്ചിട്ട് പോയാ പോരെ? നാണോ ഇല്ലല്ലോ. നിങ്ങളിവിടെ നിന്നോ, ഞാൻ പോവാ. അനിയത്തി, ഞാനാ പറയണേ, പോകരുത്. കണ്ടോ കൂടെ പുറപ്പില്ലാത്ത സ്നേഹം എന്റെ നാത്തൂനുണ്ട്. ഞാൻ എന്തെങ്കിലും മനോവിഷമം കൊണ്ട് പറഞ്ഞു പോയാ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ ഇറക്കി വിടാവോ? ഞാൻ കാരണം ഇല്ല. പുറവിന് വന്ന് വിളിച്ചപ്പോഴേ മനസ്സിലായി നാത്തൂൻ എന്നോട് സ്നേഹമുണ്ടെന്ന്. വാ, അകത്തേക്കിരിക്കാം. ഇല്ല, ഞാൻ പോവുക. ചേട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ. വേണ്ട, നമുക്ക് പോവാം. എങ്ങനാ ചേട്ടാ, നാത്തൂൻ ഇത്ര സ്നേഹമായിട്ട് വിളിക്കുമ്പോ എങ്ങനാ പടിയിറങ്ങി പോവുക? നാരായണിയെ പോലെ ആ മോളെന്നും കരുതിയിട്ടാ ഞാൻ അത്രയൊക്കെ പറഞ്ഞത്. എനിക്കത് വിഷമമൊന്നുമില്ല. അപ്പൊ ചെളിയിലും താമര വിരിയും എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ വല്ലി? എന്തൊരു സ്നേഹം. അളിയോ, ഞങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി കേട്ടോ. അളിയന് ചേർന്ന പെണ്ണ് തന്നെ. ഇനി അകത്തോട്ട് കേറാലോ. കേറാല്ലേ? ഈ അളിയന്റെ മൂക്കത്താ ശുണ്ടി. കുട്ടൻ, നല്ല പേര് കേട്ടോ. തിരിച്ചെന്താ പേരിട്ടിരിക്കുന്നത്? ചക്കരക്കുട്ടിയെന്നോ അതോ കിങ്ങിണിക്കുട്ടിയെന്നോ? മായേ എനിക്കിഷ്ടായി കേട്ടോ. ഇന്ന് പൊന്നൂനോട് ഞാൻ പറയുന്നുണ്ട്, രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാൻ. മെത്തയിൽ മുല്ലപ്പൂ വിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് വേഗം വാടാ.
എന്താ പൊന്നൂത്? കള്ള്, നല്ല അന്തിക്കള്ള. നല്ല ഉഷാറോടെ വന്നപ്പോഴാ പെണ്ണിന്റെ ഒരു ആലോചന. എന്താ ഇത്ര ആലോചിക്കാൻ? 10 ദിവസം തികയണതിന് മുമ്പ് എന്നെ മടുത്ത. ഈ കിന്നാരം കള്ളത്തര. കാര്യം പറ പെണ്ണെ. പറഞ്ഞാ ഗർവിക്കോ? അപ്പൊ ഗർവിക്കാനുള്ള കാര്യ. പെണ്ണ് കാര്യം പറ. അല്ല, ഈ കാലിപ്പണിയൊക്കെ നിർത്തി മറ്റെന്തെങ്കിലും നല്ല പണി ചെയ്തൂടെ എന്റെ പൊന്നൂന്? അപ്പൊ അതാണ് കാര്യം. പെണ്ണിന് നാറ്റം വന്ന് തുടങ്ങിയെന്ന്. അതുകൊണ്ടല്ല, അവറ്റവളുടെ കരച്ചിലും പുളച്ചിലും കാണുമ്പോ ശാപം കിട്ടുമെന്നൊരു പേടി. ശാപം? പുളുത്തിയൊരു ശാപം. പെണ്ണിന് വിവരം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കാലികളുടെ കുളമ്പില് ലാടനടിക്കുന്നതേ അവറ്റകൾക്ക് നല്ലതിനാ. ഒരുപാട് ദൂരം നടക്കണ്ടേ, കാല് വേദനിക്കത്തില്ല. പിന്നെ മൂക്കുകയറിടുന്നതും വരിയുടയ്ക്കുന്നതും ചില ചമ്മാടി കുട്ടന്മാരെ ഒതുക്കാനാ. മനുഷ്യന്മാർ ഓപ്പറേഷൻ ചെയ്യാറില്ലേ, അതിന് ശാപം കിട്ടുവോ? പെണ്ണ്, നീ വിചാരിക്കണ മാതിരി ഒരു ശാപം കിട്ടണ പണിയല്ല, ഒരു തൊഴിലാ. പൊന്നുച്ചാമിയുടെ ചോറ. ഇത്തിരി കള്ളകത്തോട്ട് ചെന്നപ്പോ കിട്ടിയ പൂതിയ ആ മൂച്ചില ഇങ്ങോട്ട് വന്നത്. പെണ്ണത് കൊളവാക്കി. വാ. തീർന്നില്ലേടാ? ആ പെണ്ണേ, ഞങ്ങള് പോണ്. എപ്പോഴാ മടക്കം? ഇത്തിരി വൈകും. അധികം വൈകാ കാത്തിരിക്കണ്ട, കിടന്നിറങ്ങിക്കോ. പൊന്നു, ആ മടക്കത്തിൽ ഒരു കൂട്ടം വാങ്ങിക്കൊണ്ടുവരുമോ? ആ ഒരു ടിന് പൗഡറും ഒരു കൺമഷിയും പിന്നെ കുളിക്കാൻ ഒരു സോപ്പും. പൗഡറും സോപ്പും എന്തിനാ? മനുഷ്യന്റെ മണമാ എനിക്കിഷ്ടം. ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, മറന്നില്ലെങ്കിൽ വാങ്ങാം. കേറടാ. മിണ്ടാനും പറയാനും അടുത്തൊന്നും ആരുമില്ലേ, അതാണൊരു വിഷമം. ഇടയ്ക്ക് മായയ്ക്ക് അങ്ങോട്ടൊന്ന് വന്നൂടെ? മിണ്ടിയും പറഞ്ഞിരിക്കാലോ. അയ്യോ, കാളക്കാരന്റെ വീട്ടിൽ സർക്കിട്ട് പോവാനോ? കൊള്ളാം, അമ്മ അറിഞ്ഞ തല്ലി കൊല്ലും. ചാമി പണിക്ക് വന്നാൽ തന്നെ അമ്മ മുറ്റത്തിരുത്തിയാ കഞ്ഞി കൊടുക്കാറ്. ഇപ്പോ അമ്മ എന്നെ അടുക്കള പണി പഠിപ്പിക്കുക. കറിയൊന്നും വെക്കാൻ അറിയില്ലെന്ന കുറ്റം. അപ്പൊ കരകത്തിന് എഴുതാനും വായിക്കാൻ അറിഞ്ഞൂടെ? 10 വരെ പഠിച്ചു. ഇത്തിരി ടൈപ്പും തുന്നലും വശമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ സമയം പോവാൻ വിഷമം? ചന്തേന്ന് വരുമ്പോ വല്ല കഥാപുസ്തകം വാങ്ങിച്ചിട്ട് വരാൻ കാളക്കാരനോട് പറഞ്ഞൂടെ? അതെങ്കിലും വായിച്ച് സമയം കളയാലോ. ഞാൻ ആലോചിക്ക, 10ാം ക്ലാസ് വരെ പഠിച്ച പെണ്ണിന് ഒരു പ്യൂണെങ്കിലും കിട്ടാതിരിക്കില്ല. ആ കുടിയൻ കാളക്കാരന്റെ കല്യാണം കഴിച്ച കനകത്തെ സമ്മതിക്കണം. മിണ്ടാൻ കഴിയില്ലെങ്കിലും എന്റെ രായപ്പനാ സുന്ദരൻ. ഇത്തിരി പച്ചക്കറി ഉണ്ട്. ആ കരിച്ചാക്ക് ഇറക്കി വെച്ചേച്ച് വേഗം വാടാ, ചോറുണ്ണ.
നല്ല വിശപ്പ്. നീ കഴിച്ച പെണ്ണെ? ആ, ഇവിടെ എത്തിയപ്പോഴാ വാങ്ങാൻ പറഞ്ഞ പൗഡറും സോപ്പും ഓർത്ത്. അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ. മറന്നില്ലേ, അടുത്ത ആഴ്ച വാങ്ങാം. കിട്ടുന്ന കാശൊക്കെ അതും ഇതും വാങ്ങി മുടിച്ചോ. 4 കാശുണ്ടാക്കി വല്ല വൈദ്യനെയും കണ്ട് നാവ് കൊണ്ട് 4 വർത്താനം പറയാൻ നോക്കടാ. വാ. ആ തോർത്തങ്ങിയതാ. ഈ സോപ്പിട്ടൊന്ന് തേച്ച് കുളിച്ചൂടെ? സോപ്പും കാരവും ഒക്കെ ആയിട്ട് പെണ്ണ് തന്നെ കുളിച്ചാ മതി. വെറുതെ അല്ല നാറ്റോന്ന് നാട്ടുകാർ പറയണത്. നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, ചിലപ്പോ നിനക്ക് നാറ്റം തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. വാളെ. ഇത്തിരി മീൻ കൂട്ടാൻ ഇടട്ടെ? നല്ല അയലയാ. വേണ്ട. എന്താ, കൂട്ടാൻ ഇഷ്ടല്ലേ? നാറ്റം കറിക്ക്. അയ്യോ, പിണങ്ങിയോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്റെ പൊന്നിന് നല്ല മണം. ഈ മണം എനിക്ക് എന്തൊരിഷ്ട. പെണ്ണെ, അയ്യോ പെണ്ണെ, എന്തു പറ്റി? ആ, കോളടിച്ചെന്ന് തോന്നണേ. എടാ രായപ്പാ, വാ, ഞാൻ അപ്പനാവാൻ പോണ്. എടാ, എന്റെ പെണ്ണിന് പള്ളയിലുണ്ടെന്ന് വിളിച്ച് കൂടാ. നാട്ടുകാര് മുഴുവൻ അറിയട്ടെ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചൂട്ടും
കൽപ്പത്തിലൊരു കൊച്ചുവാൾ കണ്ണാടി അതിൽ നീ വരുമോ അമ്പിളി മാമ കന്നിമണ്ണ് കാഴ്ച വെച്ച് കൊന്ന മലർക്കണിയോ കന്നിമണ്ണ് കാഴ്ച വെച്ച് കൊന്ന മലർക്കണിയോ എൻ മനസ്സിൽ പിതറിനാവോ കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനുള്ളിന്നാമിന്നീവാ മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചൂട്ടും കൊണ്ടേവാ കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനുള്ളിന്നാമിന്നീവാ മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചൂട്ടും കൊണ്ടേവാ കള്ളടിച്ചാൽ കാലിടറും കള്ള് പാക്കര അയ്യോ ഇന്ന് മോന്തിയ തന്തി കള്ളോ പുലരി കള്ളോ വെളുക്കുമ്പോ വേലപ്പണിക്കെന്റെ വേലിക്കൽ നിന്നാടും അയ്യോ കറകറെ കറക്കുമ്പോ കാലനിറങ്ങുമ്പോ കള്ള് കുട്ടിച്ചാടും അമ്മേ. ഒന്ന് പാടിക്കേ വേണം ഒന്ന് പാടിക്കേ പാട്ട് പാട്ട് മതി 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 നിർത്ത ഇതിലും ഭേദം ആ പാട്ട് ക്ഷമിക്കണം, അളിയന്റെ പാട്ടാ ഇതിലും പരമ ബോറ്. എന്തോന്ന് കൂത്താ വന്ന് വന്ന് ഷാപ്പ് തന്നെ ആയോ? നീ പോയി മല്ലി മുളക് ഉള്ളി എടി ഞങ്ങൾ അളിയന്മാർ തമ്മിൽ കുഴിക്കും കൂത്താടും അത് ചോദിക്കാൻ നീ ആര്? ചേച്ചി എന്നെ നോക്കിക്കേ, ഞാൻ കുടിക്കും പക്ഷെ പൂസാവൂല. ചില ചന്തകള് ചന്തത്തരം പറയുമെന്നും പറഞ്ഞ് എല്ലാരും പറയണോ? എന്താണ് പറഞ്ഞത്? ഞാൻ ചന്തയാണെന്നോ? എടാ അരവിന്ദ, എടാ നിന്നെ പോലെ അയ്യോ പത്തോ കരഞ്ഞ് എന്റെ പൊന്നാരളിയന്റെ കയ്യിൽ നിന്നും വസ്തുവകൾ തട്ടിയെടുക്കുന്നതല്ല എന്റെ പണി. എന്താടി നോക്കണേ? എന്നോട് ഇത്തിരി ചേട്ടന് സ്നേഹക്കൂടുണ്ടെന്ന് വെച്ച് വല്ലതും തന്നേ നിങ്ങൾക്ക് തന്നെ എത്ര അസൂയ അവളോട് ഓ തുടങ്ങി തുടങ്ങി എത്തിത്തരം. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വിഴിപ്പലക്കണ. എന്നാലും ഇങ്ങനെ ഇനി കുടിയങ്ങ് നിർത്തിക്കേ. ഇനി ഞാൻ കുടിക്കത്തില്ല, പ്രത്യേകിച്ചും ഇവന്റെ കൂടെ ഇരുന്നു. അതെയോ ആക്കരുത്. നമ്മളെല്ലാവരും കാര്യം മറന്ന് നമ്മുടെ ശരവണന്റെ പിറന്നാളായിട്ട് നമ്മൾ അവനൊന്ന് ആശംസിച്ചില്ലല്ലോ. വാഴമോനെ ശരവണ വാഴ അവൻ ബർത്ത്ഡൂ അപ്പം ബർത്ത്ഡേ അല്പ സ്വല്പം വിവരം വേണം. വലിയവന്മാരുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് എല്ലാവരും കൂടെ വളഞ്ഞുകൂടി അപ്പം ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഒറ്റ ഊത്ത. എന്ത് മെഴുകുതിരി? മെഴുകുതിരി മോനെ ഊതട ഊതട. നോക്കട്ടെ. അപ്പൊ ഇതിന് കൂതി അണയ്ക്കാൻ പറഞ്ഞത് അളിയന് കപ്പ കൊടുത്തതാ എന്റെ തലയില്. വാടാ വാ. അല്ല ചേട്ടാ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, 2 വയസ്സായിട്ടും ഈ കൊച്ചെന്താ നടക്കാത്തത്? ചില പിള്ളേര് വൈകിയേ നടക്കൂന്ന എവക്കട അമ്മ പറയണത്. ആഹാ, അത് കൊള്ളാം. മോരുനാരായണി എന്നാ ഡാക്ടർ ആയത്? കൊച്ചിനെ വല്ല വൈദ്യരെയും കാണിക്കും. രക്തോട്ടം കുറഞ്ഞോണ്ടിരിക്കുന്ന തോന്നുന്നേ. ഇത് ഒരുതരം വാദമാണ് ചാമി. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാനൊരു കുഴമ്പ് തരാം, അതൊന്ന് തേച്ചു നോക്ക്.
വേണം, കാലി വേണം. കാലികൾ കൊടുത്താലോ കാശ് തരാൻ ചെട്ടിയാർക്ക് ഒരു മടി. മുതലാളി തന്നെ നേരിട്ട് ചെന്നോണ്ടാ കാശ് മുഴുവൻ കിട്ടിയത്. അവറാച്ചാ 10-30 തൊഴുത്തിലുണ്ടല്ലോ, കുറെ എണ്ണം കൂടി എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് അടുത്ത ചന്തയ്ക്ക് മുമ്പ് തന്നെ ചെട്ടിയാർക്ക് കൊടുക്കാൻ നോക്ക്. ശരി മുതലാളി. ചാമിയല്ലേ അത്? ആ ചാമി, നിന്നെ കണ്ടത് നന്നായി. നാളെ കാലത്ത് തന്നെ പോര്, കുറെ എണ്ണത്തിന് തൊഴുത്ത് കെട്ടിയിട്ടുണ്ട്. വരാതെ. നിന്റെ മോന്റെ അസുഖത്തിന് വല്ല കുറവുണ്ടോ? ഇല്ലായേ. കേശവൻ വൈദ്യരെയും ചാത്തുണ്ണി വൈദ്യരെയും ഒക്കെ കാണിച്ചു. കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൊടി മരുന്നുകാരനെയും കാണിച്ചു. എന്റെ ശരവണം നടക്കത്തില്ല മുതലാളി. ഇനിയിപ്പൊ ആരെയാ കാണിക്കണ്ടേ? മരുന്ന് കൊടുത്തിട്ട് മാറാത്ത രോഗങ്ങൾ മന്ത്രം കൊണ്ടും പൂജ കൊണ്ടും മാറിയിട്ടുണ്ട് യാമി. നിനക്ക് ഓർമ്മയുണ്ടാവോ ആവോ, നീ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം പണ്ടൊരു സർപ്പക്കാവായിരുന്നു. വിളക്കും വെളിച്ചമില്ല, മുടിഞ്ഞ അവിടെ കിടന്നിരുന്നത്. സർപ്പദോഷം കൊണ്ട് ചിലപ്പോ ഇങ്ങനെയൊക്കെ വരാലോ. നീ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ തന്നെ രാഘവ കണിയാരെ കണ്ട് ഒന്ന് കവടി ഇറക്കി നോക്ക്. പ്രതാപരാജുഷം. കുഴപ്പം പിടിച്ച സംഗതിയാ പ്രശ്നത്തിൽ കാണുന്നത്. പേരെന്താ പറഞ്ഞത്? ചാമി, പൊന്നച്ചാമി. തൊഴിലോ? കാലിപ്പണിയാ. കാളക്കച്ചവടമായിരിക്കും. അല്ല, കാളയ്ക്ക് ലാടനടിക്കുകയും വരിയുടയ്ക്കുകയും മൂക്കേറിടുകയും ഒക്കെ ചെയ്യും. പിന്നെ ചാണകപ്പണിക്കും പോവും. ഞാളപ്പണിയും വരിയുടയ്ക്കലും മൂക്കുകേടലും ആദ്യം. ചാണകം ശുദ്ധി വരുത്തുന്നതാണെങ്കിലും രണ്ടാമതല്ലേ. പ്രശ്നത്തിൽ എങ്ങനെയാ ഇത്രയും രൂക്ഷമായി കാണാതിരിക്കുന്നത്? ദ്രോഹപ്രവൃത്തിയല്ലേ തൊഴിലേ? കാലികളുടെ ശാപമാ, കൊടും ശാപം. ഇനി പെറ്റു കൂട്ടണ്ട. പെറ്റു വീഴുന്നതെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. വല്ല പൂജയോ ജപമോ ഒക്കെ നടത്തി നോക്ക്. രക്ഷപ്പെട്ടാൽ ഭാഗ്യം. പ്രശ്നത്തിൽ എങ്ങനെയാ ഇത്രയും രൂക്ഷമായി കാണാതിരിക്കുന്നത്? ദ്രോഹപ്രവൃത്തിയല്ലേ തൊഴിലേ? കാലികളുടെ ശാപമാ, കൊടും ശാപം. പാപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ നിന്നെ രക്ഷിക്കുവാനേതു ദേവാലയം നിന്നെ ലാളിക്കുവാനേതു കണ്വാശ്രമം പുണ്യപാപങ്ങളാടും നിഴൽ കൂത്ത് നീളുന്നുവോ പാപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ ദേവപദ സന്നിധിയിൽ ഈ ആത്മതാപം നേദിച്ചു കൈകൂപ്പി നിന്നു ജ്യോതിർമയ ക്ഷേത്ര സോപാന ഭൂവിൽ നീതർപ്പണം ചെയ്വതെന്തേ ദേവപദ സന്നിധിയിൽ ഈ ആത്മതാപം നേദിച്ചു
കൈകൂപ്പി നിന്നു. ജ്യോതിർമയ ക്ഷേത്ര സോപാന ഭൂവിൽ നീ തർപ്പണം ചെയ്വതെന്തേ? പെയ്യാത്ത മേഘങ്ങളെ ഈ മേഘരാഗം പാടുന്നതാരോ മണ്ണിന്റെ നെഞ്ചും കുളിർക്കേ. ദേവപദ സന്നിധിയിൽ ഈ ആത്മതാപം നേദിച്ചു കൈകൂപ്പി നിന്നു. ജ്യോതിർമയ ക്ഷേത്ര സോപാന ഭൂവിൽ നീ തർപ്പണം ചെയ്വതെന്തേ? ശാപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം. പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ. പൂവുകളിൽ അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി. ഉണ്ണിക്ക് നാവോറ് പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു. പൂവുകളിൽ അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി. ഉണ്ണിക്ക് നാവോറ് പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു. തീർത്ഥാടന പക്ഷി നീ കല്ലായ കല്ലും കൺകണ്ട ദൈവം കൈകൂപ്പി കൈവന്നു ശാന്തി. പൂവുകളിൽ അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി. ഉണ്ണിക്ക് നാവോറ് പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു. താപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം. പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ. നിക്കുമോനെ, നിക്കടാ, നിക്ക്. എന്റെ പൊന്നു മോനെ, നിന്റെ അപ്പൻ ചെയ്ത പാവത്തിന് നിന്നെയാണല്ലോടാ ദൈവം ശിക്ഷിച്ചത്. നമ്മുടെ മോൻ ഇനി ഈ ചാമി എന്താ ചെയ്യേണ്ടത്? തന്നെത്താനെ വെട്ടി കുരുതി കൊടുക്കണോ? എന്തെങ്കിലും ഒന്ന് പറ പെണ്ണേ. ഒന്നുമില്ലെങ്കിൽ 4 ചീത്തയെങ്കിലും പറ. ഇല്ലെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോവും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറ പെണ്ണേ. നിനക്ക് കരഞ്ഞാ സങ്കടം തീരുമെങ്കിൽ ഉറക്കെ കരഞ്ഞോ. എന്റെ പൊന്നു, ഞാൻ എന്താ പറയേണ്ടത്? 10 മാസം ചുമന്നപ്പോ ഓടിച്ചാടി വന്ന് ഉമ്മ വയ്ക്കുന്ന ഒരു ഉണ്ണിയായിരുന്നു മനസ്സിൽ. ഇതിപ്പോ ഞാൻ
ഞാൻ അന്നേ പറഞ്ഞില്ലേ കാളപ്പണി വേണ്ടെന്ന്. എനിക്ക് ഉറപ്പാ അത് നിങ്ങളുടെ ശാപം തന്നെയാന്ന്. ഏത് പാപനാശിനി പോയി കുളിച്ചാലും അത് തീരില്ല. രായപ്പ, ഇനി നീ കാളപ്പണി ചെയ്യണ്ട. നിനക്കും കിട്ടും ശാപം. ചാമിക്ക് കിട്ടിയത് മറ്റാർക്കും കിട്ടണ്ട. അതുകൊണ്ടാ. ഞാനൊരു കാര്യം പറഞ്ഞാ കേക്കുവോ? എന്താ? ശരവണം നടക്കത്തില്ല എന്ന് വെച്ച് ഇനിയുണ്ടാവണ കുട്ടികളും നടക്കില്ല എന്ന് വരുവോ? നീ എന്താ ഒന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ? എന്നാ കേട്ടോ, എനിക്ക് വേണം ഓടിച്ചാടി നടക്കുന്ന ഒരു കുഞ്ഞിനെ. നിനക്കത് തരാൻ പറ്റുമോ? എന്തിനാ? നാൽക്കാലികളെ പോലെ 4 കാലിൽ നടന്നു കാണാനാണോ? എനിക്ക് വയ്യ. എനിക്ക് വയ്യ ഇനിയും പെറ്റുകൂട്ടാൻ. എന്നിട്ട് വേണം അതുങ്ങളുടെയും കൂടെ ശാപം വാങ്ങാൻ. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്നാലും ഒന്നിനെ കൂടി പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഇനിയും വേണേ ഒന്നുകൂടെ കെട്ടിക്കോ. പെണ്ണേ, ജാമി, എന്ത് കിടപ്പാ ഇത്? എത്ര തവണ നിന്നെ തിരക്കി ഞാൻ ഇവിടെ വന്നെന്നറിയാമോ? എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? മുതലാളി നിന്നോട് ചെല്ലാൻ പറഞ്ഞു. 10-100 കാലികളാ വന്നിട്ടുള്ളത്. എല്ലാറ്റിനും ഈ ആഴ്ച പറഞ്ഞയക്കേണ്ടതാ. വെയ്യ വറാച്ച, വെയ്യ. മറ്റാരെങ്കിലും വിളിക്കാൻ നോക്ക്. എന്ത് വർത്തമാനം ആ ചാമി നീ പറയുന്നത്? വേലയ്ക്ക് പോകാതിരുന്നാ തിന്നാൻ പറ്റുമോ? നീ ചെന്ന് ജോലി എടുക്കാൻ നോക്ക്. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ചെന്ന് വിവരം പറഞ്ഞേക്കാം. കുലത്തൊഴിലുകൊണ്ട് കോടികൾ സമ്പാദിച്ചു കാണും. അതിൽ നിന്നെടുത്ത് ജീവിക്കാനാവും ഭാവം. കുഞ്ഞിനെ പട്ടിണി കിട്ട ആ പാവം കൂടി ഏൽക്കണ്ട. ചെന്ന് 500 ആണിയൂടെ തറച്ചു കയറ്റി. മനുഷ്യർക്ക് അസുഖം വരുന്നതും അത് മാറുന്നതൊക്കെ ഈ ലോകത്ത് സാധാരണമാണ്. എന്ന് വെച്ച് പണിക്ക് പോകാതിരുന്നാൽ ആ കുഞ്ഞിനെ നീ എങ്ങനെ തീറ്റുന്നത്? എന്റെ മോൻ നടക്കുകയല്ല മുതലാളി. ഈ വേല ചെയ്തതിന്റെ ശാപമാന്നാ കണിയാര് പറഞ്ഞേ. ഇപ്പം എന്റെ കെട്ടിയ പെണ്ണും അത് തന്നെയാ പറയണേ. ശാപം മണ്ണാങ്കട്ട. പറയുന്നവനോട് പോകാൻ പറ. ശാപമാണോ മുതലാളി? എല്ലാരും പറയുമ്പം ഈ ചാമിക്ക് ഒരു സംശയം. ശാപം എങ്കിൽ ശാപം.
എങ്കിൽ തന്നെ ഏത് ശാപത്തിനും ഉണ്ടതാ ഒരു ശാപമോക്ഷം. നിന്റെ മോൻ നടക്കുവടാ, നീ ധൈര്യമായിരിക്കേ. വരുന്നു മോളെ. ആ, നീ ചെന്ന് ജോലി തുടങ്ങി. ഞാൻ അന്നേ പറഞ്ഞില്ലേ കാളപ്പണി വേണ്ടെന്ന്. എനിക്ക് ഉറപ്പാ അത് നിങ്ങളുടെ ശാപം തന്നെയാന്ന്. ഏത് പാപനാശിനി പോയി കുളിച്ചാലും അത് തീരില്ല. എന്റെ സങ്കടം ഞാൻ ആരോടാ പറയണ്ടേ? അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നേർച്ചകൾ നടത്തിയതാ. എന്നിട്ടും ദൈവം എന്റെ നേരെ എന്തിനാ അവറാച്ച ഇങ്ങനെ പക പോക്കണേ? ആ കണിയാർ ഉറപ്പിച്ച് പറഞ്ഞതാ ശാപം കിട്ടിയതാന്ന്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പ്രമാണം. ദീനം വന്നാൽ ചികിത്സിക്കണം. താൻ ആദ്യം അത് ചെയ്. വൈദ്യരെ കാണിച്ചെന്ന് പറഞ്ഞില്ലേ? പഠിച്ച ഡോക്ടർമാരെ ആരെങ്കിലും കണ്ടോ? ആശുപത്രി കൊണ്ടുപോയ എന്റെ ശരവണനെ കീറി മുറിക്കുമെന്നാ എല്ലാരും പറയണേ. ഓ, കീറി ഒന്നും മുറിക്കത്തില്ല. താൻ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. അവറാച്ചൻ പറയുന്ന പോലെ ഞാൻ കേക്കാം. പക്ഷേ എന്റെ ശരവണൻ നടക്കണം. എനിക്ക് അവനെയും പിടിച്ചോണ്ട് ഈ നാട് മുഴുവൻ ഓടി നടക്കണം. പൊന്നിച്ചാമി വിഷമിക്കണ്ട. ഇത്ര അസുഖം കുട്ടികളിൽ അപൂർവമായി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. ശാപമാണ് ഡാക്ടറെ. ശാപം അതൊക്കെ വിവരമില്ലാത്ത ആളുകൾ വെറുതെ പറയുന്നതാ. നാളെ തന്നെ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണം. കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. ഞാൻ അത്തപ്പാടിയാ. ഒരേടം വിറ്റാണേലും എന്റെ ശരവണം നടക്കണം. നടക്കുന്നു ഞാനല്ലേ പറയുന്നത്. പൊന്നിച്ചാമയുടെ ചുറ്റും ഓടി നടക്കും. എന്താ പോരെ? ഞാനിത് ഒരിക്കലും മറക്കത്തില്ല. മുതലാളി എന്റെ ദൈവമാ. ഈ പൊന്നിച്ചാമി ഒരു പാവമായതുകൊണ്ടാ മുതലാളിക്ക് എന്നെ സഹായിക്കാൻ തോന്നിയ. കാളയുടെ രൂപയേ ഉള്ളൂ എനിക്ക്. മനസ്സ് വെറും പാവം. വിഷമിക്കണ്ട, നീ ചെല്ല്. രാവിലെ തന്നെ മകനെ കൊണ്ട് ആശുപത്രി പോവാൻ നോക്ക്. ചാമി, മായയുടെ കല്യാണ അല്ല ഞാനും കൂടെ വന്നേന്. നീ മടങ്ങി വരുന്നത് തുള്ളിച്ചാടി നടക്കുന്ന ശരവണനുമായിട്ടായിരിക്കണം. കരയേണ്ട ചാമി, ഞാനാ പറയുന്നത്. നിന്റെ മോൻ നടക്കും. നടക്കുമായിരിക്കും. നടക്കണം. ചാമി, മായയുടെ കല്യാണത്തിന് തലേന്ന് എത്തണം, മറക്കണ്ട കേട്ടോ. ഓ, എന്നടാ കാളവിട്ട ഇവളോ സന്തോഷം? എന്നാ വിഷയം? രത്നം വഴിമാറ്. എനിക്ക് വഴക്കിടാൻ നേരമില്ല. വഴിമാറാൻ. മാറാതിരുന്നാ എന്നടാ ഉനക്ക് ഇവളോ വലിയ സോലി? കാളക്കാലില് ഡിമിഡിമാന്ന് ലാടം അടിക്കണം, അതുതാനേ? എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രി പോകാനുള്ളതാ. കണക്ക് തീർക്കാനുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ടാവാം. എതുക്ക് இந்த சட்டுகாலு மாறதுக்கா? கடவுள் நினைச்சாலும் அது மாறாது. ஒண்ணு செய், ஒரு பிச்சை சட்டி கையில கொடுத்து சந்தையில உட்கார வை. நல்ல துட்டு கிடைக்கும். பட்டி
കുട്ടനൊരു തത്തമ്മയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താ ഭക്ഷ്യശാസ്ത്രം പറയാൻ പോവാണോ? തത്തമ്മയൊന്നും എനിക്ക് വേണ്ട കൂട്ടാ. ഇനി ഇതിനെ കളിപ്പിക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. ഞാൻ പോവാ അങ്ങ് ദൂരെ വലിയ പട്ടണത്തിലേക്ക്. ഒരു ഉഗ്രൻ സന്തോഷ വർത്തമാനം കേൾക്കണോ? വരണ 7-ാം തീയതി എന്റെ കല്യാണം. എന്റെ കല്യാണം ആദ്യത്തെ പോലെ തന്നെ കിട്ടി. പട്ടണത്തിലെ ഒരു കോളേജിലെ മാഷ. കക്ഷി നല്ല സുന്ദരൻ, സുന്ദരക്കുട്ടൻ. രായപ്പൻ എനിക്ക് വേണ്ടി ഇത്രയും നാൾ കുരങ്ങളിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. മാഷോട് പറയാൻ ഒരു നല്ല കഥാപാത്രമായി. പൊട്ടൻ രായപ്പൻ. ആ പിന്നെ കല്യാണത്തിന് വരാൻ മറക്കരുത്. 4 കൂട്ടം പായസമാ. പഴവും കൂട്ടി മൂക്കത്തെ ചാപ്പിടാം. പൊന്നിച്ചാമി എങ്ങട്ടാ? എന്റെ ശരവണൻ നടക്കാൻ പോണ്. ഡാക്ടർ പറഞ്ഞ് ഞാൻ അവനെ ആശുപത്രി കൊണ്ടുപോവുക. എന്തു പറ്റി രായപ്പ? നീ കുടിച്ചിട്ടുണ്ടോ? മായയുടെ കല്യാണമാണല്ലേ? ഞാൻ അറിഞ്ഞു. അതിന് കുടിച്ചതുകൊണ്ട് വിഷമം മാറുമോ? നീ വിഷമിക്കണ്ട. നിനക്ക് അവളേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടും. എനിക്ക് നേരത്തെ അറിയായിരുന്നു മായ നിന്നെ പറ്റിക്കുകയെന്ന്. നിന്നെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
പെണ്ണേ, നമ്മുടെ ശരവണൻ നടക്കും. ആശുപത്രിയിൽ ഡാക്ടർ പറഞ്ഞ്. പെണ്ണേ, നിന്നെ തെരുവിന്നെടുത്ത് വളർത്തിയതിനുള്ള കൂലിയാണ് അല്ലേടാ പട്ടി. തള്ള പിഴച്ച മോളും പിഴയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നീ പിഴയാ. മോനെ ശരവണ, വാ.
ഇങ്ങ് വാ. നീ പറഞ്ഞില്ലേ നിനക്ക് അമ്മയെ കാണണമെന്ന്? അതാ നിന്റെ അമ്മ. ചാമി ശാപം കിട്ടിയവനല്ല. നമ്മുടെ മോൻ ഓടി. നീ കണ്ട?